മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണെന്ന്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അധിക പ്രസംഗം ഞാൻ തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്ത് വേണ്ടിയിട്ടാണ് പിണറായിയോട് ഏറ്റുമുട്ടിയത്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തവനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പോയത്. കമ്മ്യൂണിസം ഉൾക്കൊണ്ടിട്ടുമല്ല. ഞാൻ അന്നും ഇതേപോലെ ഒരു സഹകരണ മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിലെ പരമപ്രധാനമായ ഒരു സംഗതി സോഷ്യലിസമാണ്. അത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പാവപ്പെട്ടവന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നു ഞാൻ ആ പാർട്ടിയെ കണ്ടത്. ആ നിലക്ക് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത്. വയലിൽ ജോലി ചെയ്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസമാണ്, മതേതരത്വം. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത് നിന്നിരുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും, കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞു, അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു 2 വർഷം മുമ്പാ. അപ്പം നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരുണ്ടല്ലോ, അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരുമുണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന. അവിടെ CPMൻ്റെയോ UDFൻ്റെയോ ഒരു MLA പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളൽ? അങ്ങനെ ചോദ്യം. സൗഹൃദ സംഭാഷണം അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നിരന്തരമായി ED എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇന്നും ആ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ഞാൻ ആ സെക്യുലർ നിലപാടിൻ്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി പിന്നീട് ഞാൻ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ 2 സമുദായത്തെയും പല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വെറും ജാതി മത രാഷ്ട്രീയത്തിലേക്ക് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഴിമാറി സഞ്ചരിക്കുകയാണ്. പല ഘട്ടത്തിലും ഞാനത് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് പോലീസ് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല ഘട്ടങ്ങളിൽ ഞാനിത് പറഞ്ഞു. ഇത് അനീതിയാണ്, ഇതിലൊരു അടിസ്ഥാനവുമില്ല.
സുജിത് ദാസ് എന്ന് പറയുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ RSSകാരൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ അനീതി നടപ്പിലാക്കരുത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, 60 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ജില്ലയാണ്. അതിൽ 75% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിലെ നിരവധിയായ ചെറുപ്പക്കാരെ അടിസ്ഥാനമില്ലാത്ത ഒട്ടനവധി കേസുകളിൽ കുടുക്കി FIRൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരായ നിങ്ങൾക്കും അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 10,000 12,000 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മലപ്പുറം ജില്ല അത് 30,000 40,000 45,000 ഉയർത്തിയത് ഈ സുജിത് ദാസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയി ഒരു മാസത്തെ ലീവിന് വന്ന് പാസ്പോർട്ട് പുതുക്കി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കും പാസ്പോർട്ട് പുതുക്കി പോകാൻ കഴിയുന്നില്ല. പല കുടുംബങ്ങളും കടം വാങ്ങി വിദേശത്തേക്ക് പോയവരാണ്. ആ കടം പോലും വീട്ടാൻ കഴിയാതെ അവരൊക്കെ ജപ്തിയിലായി, പലരുടെയും വീടുകൾ പോയി. നിരവധി തവണ ഞാൻ പറഞ്ഞു ഇടപെടണം, പക്ഷെ ഒരു ഇടപെടലുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്തു. നിങ്ങൾക്കറിയോ, കേരളത്തിൽ 2019 പ്രളയത്തിന് ശേഷം കേരളത്തിലെ 44 പുഴകളിലും മണലും മണ്ണും വന്ന് അടിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ചാലിയാർ പുഴ വെള്ളത്തിലാണ്. ഏത് സമയം 4 മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. പുഴയുടെ താഴ്ചയുടെ നിലവാരത്തിൽ നിന്ന് 2 മീറ്ററും 3 മീറ്ററും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്തു. ഗവൺമെൻറ് തീരുമാനമെടുത്തു ഈ മണലുകൾ മുഴുവൻ വാരി ഒഴിവാക്കാൻ. അത് വിൽപ്പന നടത്താനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുത്തു. നിങ്ങൾക്കറിയോ, ഇത് ഈ മേഖലയിൽ ഒറ്റ ചാലിയാർ പുഴ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന മേഖലയാണ്. ഈ മണൽ വാരി ജീവിച്ചിരുന്നവരാണ്. ആ തീരുമാനമെടുത്തു എന്നല്ലാതെ ഒരു തരി മണൽ ഈ പുഴയിൽ നിന്ന് വാരാനുള്ള സംവിധാനത്തിലേക്ക് പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ പോയില്ല. റവന്യൂ മന്ത്രിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും നിരന്തരം പാർട്ടി ലീഡർഷിപ്പുമായും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇതുമായി ജീവിച്ചൊരു പട്ടിണിയിലാണ്. 4, 5, 10 തൊഴിലാളികൾ കൂടിയിട്ട് ഒരു പിക്കപ്പ്, ഒരു ടിപ്പർ, ചെറിയ ടിപ്പർ വാങ്ങും. 50,000 1 ലക്ഷമോ ഉണ്ടായി ഒരു 4 5 ലക്ഷം രൂപ മുടക്ക് വരുന്ന വണ്ടിക്ക് 1 ലക്ഷം മുടക്കി 10 പാവപ്പെട്ട ചെറുപ്പക്കാർ 4 ലക്ഷമോ 5 ലക്ഷമോ ലോൺ എടുത്ത് ഈ വണ്ടി വാങ്ങി. അവർക്ക് അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പലരുടെയും, എൻ്റെ വീടിൻ്റെ ചുറ്റും അന്വേഷിച്ചാൽ നമുക്കറിയാം എത്ര ആൾക്കാരുടെ വീട് പോയിട്ടുണ്ടെന്ന്. എന്താ വാരാത്തത്? ഇവിടുത്തെ ക്രഷർ മുതലാളിമാർ, വൻകിട ക്രഷർ മുതലാളിമാരുടെ എംസാൻഡ് ഇവിടെ വിറ്റുപോകണം. അവരുമായിട്ടുള്ള ധാരണയാണ്, നെക്സസാണ്. ആ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുണ്ട്, നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അധിക പ്രസംഗി. ആ പ്രസംഗം എനിക്ക് തുടരാതിരിക്കാൻ പറ്റുമോ? ഓരോ മേഖല എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഈ വനമേഖല എന്താ സ്ഥിതി? ഇപ്പോൾ കാളികാവിൽ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. കടുവയെ കൊടുക്കാൻ വെച്ച കൂട്ടിൽ വേറെ ഏതൊരു പുലി വന്ന് കയറിയിരിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങൾ. ഇന്ന് പാലക്കാട് ജില്ലയിൽ ആന ചവിട്ടി കൊന്നിരിക്കുന്നു. നിരന്തരമായി ഈ ഗവൺമെൻറ്റിനോട് ഞാൻ പറഞ്ഞ വിഷയമാണ്. ഈ മലയോര കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. 10 സെൻറ്റിൽ ഒരു കപ്പ കൃഷി പോലും ചെയ്യാൻ വയ്യ. ഗവൺമെൻറ് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഗവൺമെൻറ് ചെയ്തതെന്താ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവരിക. എന്തിനാ? ഫോറസ്റ്റിന് പുതിയ അധികാരങ്ങൾ, പോലീസിൻ്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കാൻ പോകുന്നു.